ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. സദ്യയിലേക്കുള്ള ശർക്കര ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ശർക്കര ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ നല്ല മൂത്ത പച്ച നേന്ത്രക്കായാണ് വേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നേന്ത്രക്കായുടെ കറയൊന്ന് കളയണം. അതിനായിട്ട് നമുക്ക് തൊലി കളഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറോളം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു നേന്ത്രക്കായ പകുതിയായി കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കനത്തിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ടൊരു ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച നേന്ത്രക്കായ കുറച്ചായി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. 5 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരു 80% കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഇപ്പോൾ കായ ഏകദേശം 80% ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പുവെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഉപ്പുവെള്ളം ചേർത്തതിന് ശേഷം നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ കായ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ശർക്കരപ്പേരിക്കുള്ള കായ വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കരപ്പേരി ഉണ്ടാക്കാനായിട്ട് ചില ഇൻഗ്രീഡിയൻസ് ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 6-7 ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. നല്ല ജീരകത്തിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ഒരു 4-5 ചെറിയ കഷ്ണം ചുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കായ വറുത്തത് എത്രയാണോ നമ്മൾ ഉണ്ടാക്കിയെടുത്തെങ്കിൽ അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫൈനോടുകൂടി പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു തരിയോടുകൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്കുള്ള ശർക്കര പാനി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 5 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഉരുക്കിയെടുത്തതിന് ശേഷം ഒരരിപ്പയിലൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ ഒരു ശർക്കര പാനി നമുക്കൊന്ന് കുറുക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്കിത് അടുപ്പത്ത് വെക്കാം. ശർക്കര പാനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാനിതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ശർക്കരപ്പാനി ഈ ഒരു രീതിയിൽ വേണം കുറുക്കിയെടുക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് കായ ഇട്ട് കൊടുക്കാം. കായ വറുത്തത് ഇട്ട് കൊടുത്തതിന് ശേഷം ശർക്കരപ്പാനി എല്ലായിടത്തും ആവുന്ന രീതിയിൽ വേണം നമുക്ക് ഇളക്കി കൊടുക്കാനായിട്ട്. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് നിന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ച പൊടി കുറച്ചായി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പോൾ ശർക്കരപ്പേരി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി എന്തായാലും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്.
അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിപിത സജീവ്. താങ്ക്